ഒരു സെയിം ഏരിയ ലാറ്ററൽ സ്റ്റോൺ ഒട്ടിക്കുന്നതാണോ അല്ലെങ്കിൽ ടെക്സ്ചർ ചെയ്യുന്നതാണോ ലാഭം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു കോട്ടിയാടും നമ്മൾ അപ്പുറത്ത് ടെക്സ്ചർ ചെയ്ത കോട്ടിയാടും തമ്മിൽ അത്യാവശ്യം റേറ്റ് നല്ല രീതിയിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. കാരണം ഈ ഒരു കോട്ടിയാടിൽ നിങ്ങൾക്കറിയാം അത്യാവശ്യം ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു താഴത്തെ കടപ്പ സ്റ്റോണും അതുപോലെ അവിടെ നട്ടേണ ചെടികളും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പെബിൾസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്ലോറിങ് നമുക്ക് വലിയ രീതിയിലൊരു ഡിഫറൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ കടപ്പ സ്റ്റോണിന് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു 55 രൂപയിൽ താഴെയാണ്. പെബിൾസ് നമുക്ക് 8 രൂപ 6 രൂപ റേഞ്ചിലൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ അപ്പുറത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേജറായിട്ടൊരു ഇത് വരുന്നത് ലാറ്ററൽ സ്റ്റോണാണ്. ഇപ്പോൾ അവിടുത്തെ ആ ഗ്രില്ലിൻ്റെ വർക്കാണെങ്കിലും ജാളി വർക്കാണെങ്കിലും തമ്മിലും ഈ പറഞ്ഞോണം വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. പിന്നെ ഈ ജാളി നമ്മളിവിടെ യൂസ് ചെയ്തത് ആ ഒരു ഫ്രണ്ട് എലിവേഷനിലും കൂടി അതിൻ്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എനിക്ക് തോന്നുന്നു എടുത്തു പറയേണ്ടത് എല്ലാവർക്കും സംശയമുള്ളത് ഒരു സെയിം ഏരിയ ലാറ്ററൽ സ്റ്റോൺ ഒട്ടിക്കുന്നതാണോ അല്ലെങ്കിൽ ടെക്സ്ചർ ചെയ്യുന്നതാണോ ലാഭം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കേസിൽ തന്നെ പറയാം, നമ്മുടെ 2 കോട്ടിയാടിൻ്റെയും ആ ഒരു സൈസ് ഏകദേശമൊക്കെ സെയിം ഒക്കെ തന്നെയാണ്. ഈ ഒരു ഏരിയ ഇത്രയും ഏരിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ലാറ്ററൽ സ്റ്റോൺ ഏകദേശം 110 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റിലാണ് ലാറ്ററൽ സ്റ്റോൺ വന്നത്. ഏകദേശം ഒരു 40,000 രൂപയോളം നമുക്ക് സ്റ്റോണിന് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ക്ലിയർ കോട്ട് ഉണ്ട്. ആ ഒരു ക്ലിയർ കോട്ട് 1 ലിറ്ററിന് ഏകദേശം 1150 വന്നത്. അപ്പോൾ അത് നമുക്കൊരു 3-4 ലിറ്ററൊക്കെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5000 രൂപയോളം അതിൻ്റെ മെറ്റീരിയലിന് ചിലവ് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പെയിൻറ്റിങ് അടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പൈസ. പിന്നെ ഇത് മൊത്തം ഈ ഒരു ക്ലാഡിങ്സ് ഈ ഒരു ടൈൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവ് ഏകദേശം ഒരു 22-25 രൂപയുടെ അടുത്ത് ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ലാറ്ററൈറ്റ് സ്റ്റോണിന് വേണ്ടി മാത്രം നമുക്ക് ഒരു 70 രൂപ അല്ലെങ്കിൽ അതിന് മുകളിൽ അടുത്തൊക്കെ ആയിട്ട് ചിലവ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് അപ്പുറത്ത് ആ ടെക്സ്ചർ വർക്ക് ചെയ്യുന്നതിന് വെറും നമുക്കൊരു 30,000 രൂപ മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ. പക്ഷേ രണ്ടിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലുള്ള ഫീല് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലാറ്ററൈറ്റ് സ്റ്റോൺ തന്നെ ഒട്ടിക്കണം.